അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ തെറ്റുകൾ സംഭവിച്ചു പോകാറുണ്ട്. തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മുടെ മനസ്സിൽ ഒരു ഖേദമുണ്ട്. അത് ഈമാനിന്റെ അടയാളമാണ്. അന്നദ്മതു ഹുവ തൗബ. ഖേദം അതുതന്നെയാണ് തൗബ. പാപങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രയോ പെട്ടെന്ന് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടവനാണ് സത്യവിശ്വാസം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം, ഖാല ഇന്നകും ലതഅലമൂന അഅമാലൻ ഹിയ അദഖു ഫീ അഅ്യുനികും മിനശ് ശഅർ ഇൻ കുന്നാ നഉദ്ദുഹാ അലാ അഹ്ദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-മൂബിഖാത്ത്. നിങ്ങൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അഥവാ അനസ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വളരെ സുദീർഘമായ ഒരു കാലഘട്ടം ജീവിച്ച സഹാബിയാണ്. താബിഈങ്ങളെ കൂടുതൽ കണ്ട ഒരു സഹാബിയാണ്. അതുകൊണ്ട് തന്നെ താബിഈങ്ങളെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾ എന്ന് പറയുമ്പോൾ താബിഈങ്ങളാണ്. നിങ്ങൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അത് നിങ്ങളുടെ കണ്ണിലൊരു രോമത്തെക്കാൾ വളരെ ലോലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സൽക്കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുന്ന മൂബിഖാത്തുകൾ, കരിച്ചു കളയുന്ന പാപങ്ങളായിട്ടാണ് ഞങ്ങൾ അതൊക്കെ കണ്ടിരുന്നത്. അപ്പൊ തെറ്റുകളുടെ ഒരു ഗൗരവം കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പൊ പാപങ്ങളെ നിസ്സാരമായി കാണുക എന്നത് അത് അവിശ്വാസികളുടെ അടയാളമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഫീ അസ്ലി. തന്റെ മേൽ കുറച്ചു വലിയ ഹദീസാണ്. തന്റെ മേൽ വീഴാനിരിക്കുന്ന ഒരു പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്നവന്റെ മാനസികാവസ്ഥയിലായിരിക്കും സത്യവിശ്വാസി അവൻ പാപങ്ങളെ കാണുക. അതായത് പർവ്വതങ്ങളെ ചെരിഞ്ഞെന്ന് വീഴാനായി നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ ചുവട്ടിൽ എത്ര പേടിയോടെയാണ് ഒരാളിരിക്കുക, അതേപോലെയാണ് ഒരു സത്യവിശ്വാസി പാപങ്ങളെ കാണുക. എപ്പോഴാണ് പെടുക എന്ന് പേടിച്ചത്. എന്നാൽ തെമ്മാടിയായ ഒരു വ്യക്തി തന്റെ മൂക്കിന് ചുറ്റും പറക്കുന്ന ഒരു ഈച്ചയെ എത്ര ലാഘവത്തോടെയാണ് അയാൾ കാണുന്നത്, അതുപോലെയാണ് തന്റെ പാപങ്ങളെ കാണുക. അപ്പൊ തെറ്റുകളെ തിരിച്ചറിയുക എന്നതും അത് സംഭവിച്ചതിൽ ഖേദമുണ്ടാകുക എന്നതും അതിൽ എത്രയും പെട്ടെന്ന് പശ്ചാത്തപിച്ച് നിലപാട് നന്നാക്കി തീർക്കുക എന്നതും സത്യവിശ്വാസികളുടെ അടയാളമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലി ഇംറാനിലെ 133 മുതലുള്ള ചില ആയത്തുകൾ അത് നമുക്ക് വെളിച്ചം നൽകേണ്ടതാണ്. വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും, സത്യവിശ്വാസികൾ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവും ആ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. വസാരിഉ എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ മുന്നേറില്ല, ധൃതിപ്പെട്ട് ഒരു പന്തയൊക്കെ നടക്കുമ്പോൾ അതിൽ സ്പീഡിൽ മുന്നിൽ വണ്ടിനാണ് വസാരിഉ എന്ന് പറയുന്നത്. വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് മത്സരിച്ച് മുന്നേറണമെന്നാണ്. വജന്നത്തിൻ, വിശാലമായ സ്വർഗത്തിലേക്ക്, അർളുഹസ് സമാവാതു വൽ അർളു, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും നിങ്ങൾ മത്സരിച്ച് മുന്നേറുവീൻ. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ والكاظمين الغيظ والعافين عن الناس والله يحب المحسنين.
അല്ലദീന യുൻഫിഖൂന, അവർ ചെലവഴിക്കുന്നവരാണ്, ഫിസ്സറാഇ വല്ലറാഇ, വിഷമാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും. നല്ല വരുമാനമുണ്ട്, പൈസക്ക് സർപ്ലസ് ആയി നിൽക്കുകയാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയിലും അവർ ചെലവഴിക്കും. പിന്നെ വല്ലറാഇ, എടങ്ങേറായി നിൽക്കണ നേരം ഉണ്ടാവും. അങ്ങനത്തെ വിഷമത്തിന്റെ അവസ്ഥയിലും അവർ എന്ത് ചെയ്യും? ആ രണ്ടവസ്ഥയിലും അവർ ചെലവഴിക്കുമെന്നാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാളിമീനൽ ഗൈദ്, വൽകാളിമീനൽ ഗൈദ്, അവർ കോപത്തെ, ദേഷ്യത്തെ ഒതുക്കി നിർത്തുന്നതാണ്. ദേഷ്യം വന്നാൽ എന്ത് ചെയ്യൂല, അത് അതേപോലെ കഴിയണതും എന്ത് ചെയ്യും? അത് ഒതുക്കി നിർത്തുമെന്നാണ്. വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കും, വിട്ടുവീഴ്ച ചെയ്തു. ജനങ്ങൾക്ക് എന്ത് ചെയ്യും? ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കോപത്തെ ഒതുക്കി വെക്കുന്നതാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനീങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നവനാണ്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون والذين إذا فعلوا فاحشة, അവർ ഒരു തോന്നിയാസം ചെയ്താൽ, ഔ വലമു അൻഫുസഹും, അവർ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്താൽ, എന്തെങ്കിലും ഒരു നീചകൃത്യം അവർ ചെയ്തു പോയി, അല്ലെങ്കിൽ അവർ അവരോട് തന്നെ വല്ല അക്രമവും ദ്രോഹവും ചെയ്താൽ, അവർ അള്ളാനെ ഓർക്കുന്നു. അള്ളാൻ പെട്ടെന്ന് ഓർമ്മ വരും, പടച്ചോനെ പറ്റിപ്പോയല്ലോ. അവരുടെ പാപങ്ങൾക്ക് അവർ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും, മാപ്പ് ചോദിക്കും. അള്ളാഹു അല്ലാതെ മറ്റാരാണ് അവർക്ക് പാപങ്ങൾ പൊറുക്കാൻ? അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത് നമ്മൾ ചോദിക്കണം. വലം യുസിറു, അവസാനം വലം യുസിറു, അവര് ഉറച്ചു നിൽക്കൂല. അവർ ചെയ്തത് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ പിന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി ന്യായം പറഞ്ഞ് നുണ പറഞ്ഞ് കളവ് പറഞ്ഞ് ന്യായീകരിച്ച് അതിമ തൂങ്ങി നിൽക്കൂല എന്നാണ്. വലം യുസിറു അലാ മാ ഫഅലു, തെറ്റാണ്, പറ്റിപ്പോയി എന്ന് വളരെ പെട്ടെന്ന് അവർ മടങ്ങും. വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യൂല, ആ പാപത്തിന് പിടിച്ചു തൂങ്ങി നിൽക്കൂല എന്നാണ്, ഉറച്ചു നിൽക്കൂല എന്നാണ്. പെട്ടെന്ന് അവര് അത് അംഗീകരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നതാണ്. ഈ 135-ാമത്തെ ആയത്തും അതേപോലെ തന്നെ സൂറത്തുൻ നിസാഇലെ 110-ാമത്തെ ആയത്ത്, ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما. ആരെങ്കിലും വല്ല തിന്മയും ചെയ്യുകയോ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്തിട്ട് അള്ളാഹുവോട് പാപമോചനം പൊറുക്കലിനെ തേടുന്ന പക്ഷം അവൻ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും അള്ളാഹു റഹീമുമാണ് എന്ന് അള്ളാഹുവെ അവൻ റഹീമായി, പൊറുക്കുന്നവനും റഹീമുമായി കണ്ടെത്തുന്നതാണ്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമുമാണ്. അങ്ങേയറ്റത്തെ അവന്റെ അടിമകളോട് അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനാണ്, അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ഈ രണ്ടായത്ത് സൂറത്തു ആലു ഇമ്രാനിലെ 135-ാമത്തെ ആയത്തും സൂറത്തു നിസാഇലെ 110-ാമത്തെ ആയത്തും, ഈ രണ്ടായത്തുകളെയും പറ്റി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അള്ളാഹുവിന്റെ ഖുർആനിൽ 2 ആയത്തുകളുണ്ട്. ഈ 2 ആയത്തുകൾ ഓതിക്കൊണ്ട് അവ രണ്ടും പാരായണം ചെയ്തുകൊണ്ട് ഒരു അടിമ തന്റെ അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചാൽ അള്ളാഹു പൊറുത്തു കൊടുക്കുമെന്ന്. അപ്പൊ ഈ 2 ആയത്തുകളാണ് എന്നിട്ട് അദ്ദേഹം ഓതിയത്. സൂറത്തു ആലു ഇമ്രാനിലെ 135-ാമത്തെ ആയത്തും സൂറത്തു നിസാഇലെ 110-ാമത്തെ ആയത്തും. ഒരു പാപം
അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് പാപങ്ങളെ നിസ്സാരവൽക്കരിക്കുക എന്നത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ പാപങ്ങൾ എത്ര നിസ്സാരമാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അതിനുള്ള ഒരു നിലപാടുണ്ട്. എന്താണ് നിലപാട്? അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുക എന്നുള്ള നിലപാട്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനെതിരായി ഒരു നിലപാടെടുക്കുക എന്നത് അത് വളരെ ഗൗരവപരമായ അനാസ്ഥയാണ്. അതൊരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത മാനസികാവസ്ഥയാണ്. അപ്പൊ തെറ്റ് എത്ര ചെറുതാണെങ്കിലും ആ തെറ്റിനുള്ള നിലപാട് എന്നത് അത് അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കലാണ് എന്നുള്ള ഗുരുതരമായ ഒരു നിലപാട് അവിടെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഗൗരവമായി കാണും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ തെറ്റുകൾ വന്നു പോകുമ്പോഴത്തേയും ആ നിലപാട് നേർത്തു വരും. ആ നിലപാടിലും വെള്ളം ചേരും. പിന്നെ നമുക്ക് ഗൗരവം, വലിയ തെറ്റുകൾ പോലും ഗൗരവമില്ലാതായി വരും. വലിയ തെറ്റുകളെ നമ്മൾ ന്യായീകരിക്കും. പിന്നെ അവസാനം ചെയ്യും, വലിയ തെറ്റുകളെ ന്യായീകരിച്ച അവസാനം അതൊന്നും തെറ്റല്ല എന്ന, അതൊന്നും അള്ളാഹു ഹറാമാക്കിയിട്ടില്ല എന്ന അതിഗുരുതരമായ തെറ്റിലേക്ക്, കുഫറിലേക്ക് നമ്മൾ എത്തും. അതാണ് ചെറിയ തെറ്റിന്റെ പ്രശ്നം. ചെറിയ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ആ തെറ്റിനോടുള്ള ഗൗരവം നഷ്ടപ്പെടും, നിലപാട് തെറ്റായി പോകും. അങ്ങനെ വലിയ തെറ്റുകൾ ചെയ്യുന്ന അവസ്ഥയിലെത്തും. വലിയ തെറ്റുകൾ ചെയ്യുമ്പോഴത്തേക്കും വലിയ തെറ്റുകൾക്ക് പശ്ചാത്തപിക്കാത്ത, അതിനെ ന്യായീകരിക്കുന്ന, അവസാനം എന്ത് പറയും? പലിശല്ലേ, അതൊന്നും ഇപ്പൊ അള്ളാന്റെ റസൂലിന്റെ കാലത്തുള്ള കൂട്ടുപലിശ എന്നല്ല, ഇപ്പത്തെ ബാങ്ക് കൊടുക്കുന്ന പലിശ. അതൊന്നും അങ്ങനെ നബി തിന്മയാക്കിയ പലിശയില്, മാതാവിനെ വ്യഭിചരിക്കുന്ന പലിശ എന്നൊക്കെ പറഞ്ഞാല് അതൊന്നും ഈ പലിശ അല്ല, അതൊക്കെ വേറെ പലിശയാണ്. അങ്ങനൊന്നും നബി പറയില്ല. നമ്മളെ നബി ഇന്നുണ്ടെങ്കിൽ എല്ലാവരും ലോൺ എടുത്തോളി എന്നാ പറയാ എന്നൊക്കെ പറയുന്ന അതീവ ഗുരുതരമായ ഇസ്ലാമിന്റെ നിയമങ്ങൾക്കെതിരെ സംസാരിക്കുന്ന കുഫറിലേക്കാണ് എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പാപങ്ങളെക്കാൾ ഗൗരവം പാപങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമായി കാണും. തെറ്റുകൾ കൂടി വരിക എന്നുള്ളത് നമ്മളെ ഈമാനിനെ നശിപ്പിച്ചു കളയുന്നത്, ഈമാൻ കുറഞ്ഞു പോകുന്നതിന്റെ ലക്ഷണമാണ് തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതും കൂടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല യാ സാഹിബദ് ദംബ്, അല്ലയോ തെറ്റ് ചെയ്യുന്നവരെ ലാ തഖ്മനന്ന മിൻ സൂഇ ആഖിബതി. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട വിഷയം. ഒരു തെറ്റല്ല പ്രശ്നം, ആ തെറ്റിന്റെ അനന്തരഫലമായി എന്തൊക്കെ ദുരന്തങ്ങളാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന് അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ആ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അയാൾ അറിയുന്നില്ല ഈ തെറ്റിന്റെ പിന്നാലെ ഇനി എന്തൊക്കെ വരാനുണ്ട് എന്ന്. അല്ലയോ തെറ്റ് ചെയ്യുന്നവനെ, ആ തെറ്റിന്റെ ആഖിബത്തില് നീ എന്ത് ചെയ്യരുത്? നീ നിർഭയനായിരിക്കരുത്. ആ തെറ്റെങ്ങാനും ആ തെറ്റിനെ തുടർന്ന് വരുന്ന അനന്തരഫലങ്ങളുടെ ഗൗരവം നീ അറിയണം. അത് ആ തെറ്റിനേക്കാൾ ഗുരുതരമായിരിക്കുന്നതാണ്. നമ്മൾ ചിലപ്പം ഒരു ചെറിയ തെറ്റേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, ചെറിയ ഹറാമേ പ്രവർത്തിച്ചിട്ടുണ്ടാവുള്ളൂ. അത് കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന ദുരന്തങ്ങൾ, നമ്മുടെ കുടുംബം ചിലപ്പം തകരും, നമ്മുടെ ബിസിനസ് പൊളിയും. അങ്ങനെ വളരെ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ കരിയർ ചിലപ്പോൾ നശിച്ചു പോകും. അതൊക്കെ അതിനേക്കാൾ വലിയ അനന്തരഫലങ്ങൾ ആ തെറ്റിന്റെ പിറകെ വരുന്നതാണ്. അപ്പോ അത് നീ അറിഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യൂല. കാരണം നമുക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ തെറ്റ് ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് തെറ്റിനെ പറ്റി എന്ത് ചെയ്യരുത്? നിങ്ങൾ നിർഭയരായിരിക്കരുത്. കാരണം അതിനേക്കാൾ വലിയ അനന്തരഫലങ്ങൾ ആ തെറ്റിന്റെ പിറകെ വരുമെന്നാണ്. അടുത്ത വാക്കുകൾ, നിന്റെ ഈ ലജ്ജയില്ലായ്മണ്ടല്ലോ അള്ളാഹു കാണുന്നുണ്ട്. അതിന്റെ രണ്ട് മലക്കുകൾ, വലതും ഇടതും ഇരിക്കുന്ന രണ്ട് മലക്കുകൾ ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും തെറ്റ് ചെയ്യാനുള്ള നിന്റെ ഈ ലജ്ജയില്ലായ്മണ്ടല്ലോ. നീ പ്രവർത്തിക്കുന്ന ആ തെറ്റിനേക്കാൾ ഗൗരവമാണ് നിന്റെ വലതും ഇടതും ഇരിക്കുന്ന
ആ മലക്കുകൾ അത് എഴുതുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന നിന്റെ ആ ലജ്ജയില്ലായ്മ ആ ചെയ്യുന്ന തെറ്റിനേക്കാൾ ഗുരുതരമാണ് എന്നാണ്. പിന്നെ പറയുന്നു നിന്റെ ഈ ചിരിയുണ്ടല്ലോ, തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന ധിക്കരിച്ചുകൊണ്ട് നീ പ്രവർത്തിക്കുന്ന ആ തെറ്റ് ചെയ്യുമ്പോൾ നീ നിനക്കുണ്ടാകുന്ന ചിരിയുണ്ടല്ലോ, ആ ചിരി കൊണ്ട് അള്ളാഹു എന്താണ് നിന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിനക്കറിയില്ല. അത് അതാ ചിരി, ആ തെറ്റ് ചെയ്യുമ്പോൾ നിന്റെ ചിരി ഉണ്ടല്ലോ, ആ ചിരി ആ തെറ്റിനേക്കാൾ ഗൗരവമുള്ളതാണ്. നിന്റെ ആ സന്തോഷമുണ്ടല്ലോ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ആനന്ദവും സന്തോഷവും, അവൻ പ്രകടിപ്പിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അത് ചെയ്യുന്ന തെറ്റിനേക്കാൾ ഗുരുതരമാണ്. അതേപോലെ നിന്റെ ദുഃഖം, നിന്റെ സങ്കടം, ഒരു തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, എല്ലാം സെറ്റപ്പാക്കി വെച്ചു, ചില കാരണങ്ങളാൽ അത് ചെയ്യാൻ പറ്റാണ്ട പോയപ്പോണ്ടാകുന്ന ഒരു സങ്കടം, ഒക്കെ സെറ്റാക്കി വെച്ചതാണ്, പക്ഷെ ചെറിയൊരു പ്രശ്നം കാരണം എന്ത് ചെയ്തു, അതൊന്നും നടന്നില്ല, അത് ഭയങ്കര വിഷമം. എന്ത് തെറ്റ് ചെയ്യാൻ പറ്റാത്തതിന് സങ്കടം. ആ സങ്കടം ഉണ്ടല്ലോ, ആ സങ്കടം അത് അത് ആ തെറ്റിനേക്കാൾ ഗൗരവമുള്ളതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതൊക്കെ വളരെ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ വിധി, ആ ഡോറിൽ ഒരാള് മുട്ടുമ്പോ ആ വിധിയൊന്ന് മാറുമ്പോൾ ആരോ പരിചയമുള്ള ഒരാൾ ഇവിടെ ഉണ്ടല്ലോ എന്നറിയുമ്പോഴുള്ള പേടിണ്ടല്ലോ, ആ പേടി, ഇതെല്ലാം അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ള ആ അറിഞ്ഞിട്ടും ചെയ്യുന്നതിനേക്കാൾ ആ ലജ്ജയില്ലായ്മല്ലോ, അതാണ് അതിനേക്കാൾ ഗൗരവമുള്ളത്. എന്ത് ഇപ്പൊ മടച്ചവനെ തീരെ പേടില്ല, അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നതിനൊരു പേടിയില്ല. പക്ഷേ ആ വിധി ആരെങ്കിലും ഒന്ന് നീക്കിയാല്, ആ ഡോർ ആരെങ്കിലും മുട്ടി എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഇവിടെ പരിചയമുള്ള ആരോപണം ഉണ്ടല്ലോ എന്ന് അറിയുമ്പോഴുണ്ടാകുന്ന ഒരു പേടിയുണ്ട്. ആ പേടിയേക്കാൾ ഗൗരവമുള്ളതാണ്. അള്ളാഹു ഇത് അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ആ പാപം ചെയ്യാനുള്ള ആ തന്റെ ഉണ്ടല്ലോ, അത് അതിനേക്കാൾ ഗൗരവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങൾ അതെത്ര ചെറുതാണെങ്കിലും നിസ്സാരമാണെങ്കിലും അതിന് വളരെ സീരിയസ് ആയിട്ട് കാണുക. പാപങ്ങൾ സംഭവിച്ചു പോയി തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ സഹോദരങ്ങളെ അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുക. അതിനൊന്നും ചില കാര്യങ്ങൾ തെറ്റ് സംഭവിച്ചു പോയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെന്നാണ്. അതായത് അബൂദർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കൊരു വസിയത്ത് തരാൻ ഞാൻ ആവശ്യപ്പെട്ടു നബിയോട്, നീ തെറ്റ് ചെയ്താൽ അതിനെ തുടർന്ന് നന്മ ചെയ്യുക എന്ന്. ഒരു തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യാ, ഉടനെ ഒരു നന്മ പ്രവർത്തിക്കുക. തെറ്റാണെന്ന് മനസ്സിലായി, പൊറുക്കലിനെ ചോദിച്ചു, ഉടനെ ഒരു നന്മ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നന്മയിൽ പെട്ടതാണോ എന്ന് അവിടുന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് നന്മകളിൽ ഏറ്റവും ഉത്തമമായതാണ് എന്ന്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ധാരാളമായി അധികരിപ്പിക്കുക. തെറ്റുകൾ സംഭവിക്കുമ്പോൾ നന്മകൾ ഏതുമാകട്ടെ ധാരാളം നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും ചീപ്പായ, ഏറ്റവും വില കുറഞ്ഞ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ മുടക്കില്ലാത്ത ഒരു നന്മയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുക എന്ന്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, തൗഹീദ് എന്നത് ഭയങ്കര ഏറ്റവും പ്രധാനപ്പെട്ട മഹത്തരമായ കാര്യമാണ്. അതിൽ നിന്ന് ഒരണുവോളം അത് പാപങ്ങളുടെയും തിന്മകളുടെയും പർവ്വതങ്ങളുടെ മേൽ വെച്ചാൽ പോലും അവയെല്ലാം നന്മകളായി മാറുമെന്ന് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 തവണ ചെല്ലുന്ന അതിന്റെ പ്രതിഫലമൊക്കെ ഹദീസിൽ വന്നത് കണ്ടാൽ മനസ്സിലാവും അത്രത്തോളം പ്രധാനമുള്ളതാണ്. അതേപോലെ തന്നെ നമസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നത് 300 ഒറ്റ പ്രാവശ്യം ചെയ്ത് 100 ആക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ കൃത്യമായിട്ട് ആത്മാർത്ഥമായി ചെല്ലുക. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത് രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം ചെയ്യുക. മുസ്ലിമുകൾ പരസ്പരം കാണുമ്പോൾ ആ കൈ കൊടുത്ത് ഉണ്ടല്ലോ, സലാം ചൊല്ലിക്കഴിഞ്ഞ കൈ കൊടുത്ത് നിൽക്കുന്ന സന്ദർഭം, അതിന് ആരെ കൈ വലിക്കുന്നത് വരെ എന്നാണ്, ആ കൈ പിരിയുന്നത് വരെ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് സലാം ചെല്ലുന്നതിനപ്പുറം കൈ പിടിച്ച് മുസാഫഹ നടത്തുക എന്നത്
വളരെ പുണ്യമുള്ള കാര്യമാണ് എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ പൂർണ്ണമായി ഒതെടുക്കും ആത്മാർത്ഥമായി ചൊതുവിന്റെ അവയവങ്ങളൊക്കെ കഴുകി ആത്മാർത്ഥമായി ചൊതുവെടുത്ത് കഴിഞ്ഞാൽ ഒതുവിന്റെ അവയവങ്ങൾ സംഭവിച്ച പാപങ്ങൾ മുഴുവൻ പുറത്തു പോകുമെന്നാണ്. അത് വിശദമായ ഹദീസാണ്. കൺപോളകള് അങ്ങനെ എല്ലാം ഓരോ അവയവങ്ങൾ ഓരോ ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. വളരെ സുദീർഘമായ ഹദീസാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ട് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉദുവെടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ പൂർണ്ണമായി ഉദുവെടുത്ത് പിന്നീട് ഫർള് നമസ്കരിക്കാൻ വേണ്ടി നടന്നു പോവുകയും ജനങ്ങളുടെ കൂടെ നമസ്കരിക്കുകയും ചെയ്താൽ അവന്റെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് പാപങ്ങളെ ഗൗരവമായി കാണുകയും പാപമോചനത്തിനുമുള്ള എല്ലാ മാർഗങ്ങളും ആത്മാർത്ഥതയോടെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ സകല പാപങ്ങളെയും പുറത്ത് അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് മത്സരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുക. താബി വര്യനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ കരയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ വാപ്പാനോട് ചോദിക്കണം, എന്തിനാണ് വാപ്പ നിങ്ങൾ കരയുന്നത്? അറിഞ്ഞുകൊണ്ടൊരു പാപവും നിങ്ങൾ ചെയ്യണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ കരഞ്ഞു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അറിഞ്ഞുകൊണ്ട് ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, മറിച്ച് നിസ്സാരം എന്ന് ഞാൻ വിചാരിച്ച് ചെയ്ത കാര്യങ്ങൾ എന്റെ റബ്ബിന്റെ അടുത്തെത്തും അതൊക്കെ ഗൗരവമുള്ളതായേക്കുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. സഹോദരങ്ങളെ, മുൻഗാമികള് എത്രത്തോളം ഗൗരവമായിട്ടാണ് ജീവിച്ചിരുന്നത്, ഈ ജീവിതത്തെ കണ്ടിരുന്നത്, തെറ്റുകൾ സംഭവിച്ചു പോകുന്നതിന് എത്ര സീരിയസ് ആയിട്ടാണ് അവർ കണ്ടിരുന്നത് എന്നാണ് ഈ ഈ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ടതാണ്. അത് ചെറുതല്ലേ, നിസ്സാരമല്ലേ, ഒക്കെ പഠിച്ചോ പുറത്തു തരൂലേ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട്, അറിഞ്ഞുകൊണ്ടല്ല പുറത്തു തരൂലേ, ഇതൊക്കെ ചെറുതല്ലേ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് പോലും ഇങ്ങനെ ചെയ്യരുത്. കാരണം അവര് പോകേണ്ട സ്വർഗത്തിലേക്കാണ് നമുക്കും പോകാനുള്ളത്. അതുകൊണ്ട് ഇതൊരു മത്സരമാണ്. സ്വർഗത്തിലേക്കും വിശാല ആകാശ ഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ മത്സരിച്ച് മുന്നേറുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ബെഞ്ച് മാർക്കായിട്ട് കാണേണ്ട ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നവരല്ല, നമ്മളെ മുൻഗാമികളാണ്. അവർ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്കാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പാപങ്ങളും പേറി ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞിട്ട് പിന്നെ പരലോകത്ത് മരണത്തോട് തുടങ്ങുന്ന ജീവിതത്തിൽ മുഴുവൻ പ്രയാസങ്ങളായിരിക്കും. അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടി സ്വർഗത്തിൽ എത്തുന്നത് വരെ പിന്നെ നരകയാതനകളായിരിക്കും. കബറുന്നും അവിടുന്ന് അങ്ങോട്ട് വിചാരണ സന്ദർഭത്തിലും അവസാനം പിന്നെ നരകത്തിലും അവസാനം സ്വർഗത്തിലേക്ക് എത്തുന്നവരാകാനല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ മരണത്തോടുകൂടി മലക്കുകൾ ഇറങ്ങിയിട്ട് ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന എന്താണ്, ഒരു പൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് പോലെ റൂഹ് പിടിച്ചെടുത്ത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഒരു പ്രയാസരഹിതമായ ജീവിതമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. പാപങ്ങൾ മുഴുവൻ പേറി ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞിട്ട് പിന്നെ ഓരോ നിമിഷവും പ്രയാസകരമാകുന്ന ഒരു ജീവിതത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അതല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. പാപങ്ങൾ പേറി പരലോകത്ത് വരുന്നവരുടെ അലമുറകളും കരച്ചിലുകളും, എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അലറി വിളിച്ചുകൊണ്ട് പറയുന്ന ഒട്ടേറെ സീനുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. സ്വർഗാവകാശികൾ നരകാവകാശികളോട് ചോദിക്കാണ്, നരകത്തെ കാക്കുന്ന മലക്ക് നരകാവകാശികളോട് ചോദിക്കാണ്, എന്തേ നിങ്ങൾ ഇവിടെ വന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്, എങ്ങനെ പലതരത്തിലുള്ള സംഭാഷണങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇതൊന്നും സംഭവിച്ചതല്ല, ഇതൊക്കെ സംഭവിക്കാനിരിക്കുന്ന സംഭാഷണങ്ങളാണ്, സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തേ നിങ്ങൾ നരകത്തിൽ വരാൻ കാരണം, നിങ്ങൾക്ക് ഒരു നബി വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അവരെ മറുപടി ഉണ്ട്, ഞങ്ങൾക്ക് ഇത് വരാൻ കാരണം എന്താണ്, ഞങ്ങൾ വിചാരണയെ പ്രതീക്ഷിച്ചില്ല, ഞങ്ങളൊരു വിചാരണ ഉണ്ടാവുന്ന വിധത്തിൽ സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുത്തില്ല, അതേപോലെ ഞങ്ങൾ നമസ്കരിക്കുന്നവരായില്ല. അങ്ങനെ ഓരോരോ കാരണങ്ങള്, നരകത്തിൽ പതിക്കാൻ എന്താണ് കാരണങ്ങളെന്ന് അവർ വ്യക്തമാക്കുന്ന ഒട്ടനവധി സംഭാഷണങ്ങൾ, നടന്നിട്ടില്ലാത്ത സംഭാഷണങ്ങൾ, നടക്കാനിരിക്കുന്ന സംഭാഷണങ്ങൾ, നടക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇത്ര വ്യക്തമായി അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നത് അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്.
അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ നരകത്തിൽ എത്തിപ്പെടാതിരിക്കാനുള്ള ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കണം. കാരണം ഇവിടെ എന്തൊക്കെ നമ്മൾ നേടിയാലും, എന്തൊക്കെ ഈ ദുനിയാവിൽ എന്തെല്ലാം ആസ്വാദനങ്ങളും വിഭവങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ നേടി സഹോദരങ്ങളെ പരമാവധി 40-50 കൊല്ലേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഈ മരണത്തോടു കൂടി അവസാനിക്കുന്ന ഈ ജീവിതത്തിന് ശേഷം പിന്നെ മരണമില്ലാത്തൊരു ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നഷ്ടമാണെങ്കിൽ ഇവിടെ എന്ത് നേടിയാലും അത് ലാഭമാകൂല സഹോദരങ്ങളെ. ഇവിടെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അവിടെ ആ ജീവിതം നമുക്ക് ആനന്ദകരമാക്കാൻ പറ്റിയാൽ ഇതൊന്നും ഒരു നഷ്ടമായി തോന്നുകയില്ല. അതുകൊണ്ട് ആ പരലോക ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന ബോധമാണ്, ആ ബോധമാണ് തഖ്വയിൽ അധിഷ്ഠിതമായി അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഊർജം നൽകേണ്ടത് ആ ചിന്തയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആ തൗഫീഖിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ, അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്കും മഗ്ഫിറത്തിലേക്കും വേണ്ടി മത്സരിക്കുന്ന ആള്, ജീവിതം കൊണ്ട് ആ ഇസ്ലാമിനെ അടയാളപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.